ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എവർക്കും പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 17 ഫെബ്രുവരി 2026, ഈ മാസത്തെ 17-ാമത്തെ ദിവസം, ഈ വർഷത്തെ 48-ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 2-ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്താവിഷയം: എങ്ങനെയാണ് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്? എങ്ങനെ ആണ് ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്? അതിനുവേണ്ടി ഇന്നെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത്, അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദയവും ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തുകൊണ്ടിരിക്കുക എന്നാണ് ഹോശേയ പ്രവചനം 12-ാം അധ്യായം 6-ാം വാക്യം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് നീ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, ദയയും ന്യായവും പ്രമാണിച്ച് ഇടപെടാതെ നിന്റെ ദൈവത്തിനായി കാത്തു കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതിനായി നമ്മൾ എത്ര പേർ തയ്യാറാണ് എന്ന് നാം ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആഗോളവത്കരണവും നവമാധ്യമ സംസ്കാരവും കോവിഡ് മഹാമാരിയും സൃഷ്ടിച്ച പുതിയ കാല സത്യോത്തരതയും മാനവ അന്തരതയും വ്യാപകമാകുന്നു. നവ സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിപ്പിച്ച് സത്യത്തെ തമസ്കരിക്കുകയും അമരത്വമുള്ള പുതിയ മനുഷ്യനുമായുള്ള അന്വേഷണം ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിലേക്ക് തിരിയുവാൻ മനുഷ്യവർഗത്തിന് കഴിയണം. നോമ്പുകാലം ദൈവത്തിലേക്കുള്ള മടക്കം ത്വരിതപ്പെടുത്തണം. ബൈബിൾ സന്ദേശത്തിന്റെ സംക്ഷിപ്തം ദൈവത്തിലേക്ക് മടങ്ങി വരിക, റിട്ടേൺ ടു യുവർ ഗോഡ് എന്നതാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നാണ് ഹോശേയ പ്രവചനം 12:6 പറയുന്നതിന്റെ ചുരുക്കം. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ആളത്ത ബന്ധത്തിന്റെ വിവരണങ്ങളുമാണ് ഹോശേയ പ്രവചനം. ദൈവത്തിന്റെ അതിരറ്റ സ്നേഹത്താൽ ഇസ്രായേലിനെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയതിനാൽ ദൈവം ഇസ്രായേലിന്റെ രക്ഷിതാവാകുന്നു എന്ന് ഹോശേയ പ്രസംഗിച്ചു. ദൈവത്തിങ്കിലേക്ക് തിരിച്ച് ധാർമ്മിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഹോശേയ നിർദ്ദേശിക്കുന്നു. യാഗത്തെക്കാൾ ദയയിലും ദൈവപരിജ്ഞാനത്തിലും ദൈവം പ്രസാദിക്കുന്നു എന്ന് പ്രബോധിപ്പിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം ജീവിതത്തിലും പ്രവൃത്തികളിലും ദൈവത്തിൽ നിന്ന് അകന്നതിനാൽ ദേശം മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് ആഹ്വാനം ചെയ്യുന്നു. അധാർമികതയിൽ ജീവിച്ച നിനിവ നഗരവും മാനസാന്തരപ്പെടുവാൻ യോന പ്രവചനത്തിലൂടെ ദൈവം ആഹ്വാനം ചെയ്യുന്നതായിട്ട് യോന പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാകും. യോന പ്രവചനത്തിൽ 4 അധ്യായങ്ങളും 48 വാക്യങ്ങളുമാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. ശാസ്ത്രവും സാങ്കേതികതയും സൃഷ്ടിക്കുന്ന പുതിയ സംസ്കാരത്തിൽ ഹോശേയ പ്രവചനം ഇന്ന് പ്രസക്തമാണ്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലുവാൻ മനസ്സില്ലാത്ത സമൂഹത്തോടുള്ള പ്രത്യാശയുടെ വിളംബരമാണിത്. മാനസാന്തരത്തിന്റെ പാപത്തെ വെറുക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന മെറ്റ എന്ന ഗ്രീക്ക് പദം അപ്പുറം, പുറത്ത് എന്നിവയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഭൗതിക ശാസ്ത്രത്തിന്റെ പരിധിക്ക് പുറത്തുള്ളത് മെറ്റഫിസിക്സ് ആണ് എങ്കിൽ മെറ്റനോയ എന്ന വാക്കിന് ഹൃദയത്തിന്റെ മാറ്റം എന്ന പ്രയോഗവും പ്രചാരത്തിലുണ്ട്. മെറ്റനോയയിൽ ഒരാളുടെ മനസ്സിനെയ ചിന്തയെ ഒരാളുടെ ശീലങ്ങൾക്കപ്പുറത്തേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്നു. പശ്ചാത്താപം കുറ്റബോധമാണ്. സജീവമായ ജീവിത സ്ഥിരീകരണ പ്രതികരണമാണ്. അനുദിനം ജീവിതക്രമത്തിൽ ഉണ്ടാകേണ്ട ആത്മീയത അനുഭവമാണ് ദൈവത്തിങ്കിലേക്കുള്ള മടക്കവും പുതുക്കവും. നിനിവ നഗരത്തിൽ നടന്നത് മാനസാന്തര പ്രക്രിയ അതിശ്രേഷ്ഠതയാണ് നാം ഇവിടെ കാണുന്നത്. യോനയുടെ പ്രവചനം 3-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ ക്ലിയർ ആവും. സമൂഹം മുഴുവനും സമ്പൂർണമായി മാനസാന്തരപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മാനസാന്തരപ്പെട്ടാൽ യേശു വിളിക്കുമ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള മടക്കമാണ് അർത്ഥമാക്കുന്നത്. മെറ്റനോയയിലേക്കുള്ള യേശു വിളിക്കുമ്പോൾ അത് ആത്മാർത്ഥമാകുന്നത് സകലതും വിട്ട് ക്രൂശെടുക്കുവാൻ സന്നദ്ധമാകുന്ന ശിഷ്യത്വമാണ്. പാപത്തിൽ നിന്നുള്ള മാനസാന്തരം എന്നതിലുപരി മനസ്സിന്റെയും സ്വഭാവത്തിന്റെയും സമഗ്രമായ പ്രവർത്തനവും നവീകരണവുമാണ് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവ് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിതശൈലിയെ തിരുത്തുകയും പുതുക്കുകയും ചെയ്യുന്ന അനുദിന പ്രക്രിയയാണിത്. ജീർണിച്ച ചിന്താ പ്രക്രിയകൾ മാറ്റുക,
മനസ്സിൻ്റെ സങ്കുചിത പരിമിതികൾ നിയന്ത്രിക്കുക. വിശാല കാഴ്ചപ്പാടോടെ സഞ്ചരിക്കുക. സ്നേഹത്തിലും കരുണയിലും വളർന്ന് ആത്മപരിത്യാഗത്തിലും സന്നദ്ധമാക്കുക തുടങ്ങിയ എത്രയോ അർത്ഥതലങ്ങൾ സൃഷ്ടിക്കുന്ന ഉദാത്തമായ പദമാണ് മെറ്റനോയ എന്ന വാക്ക്. നാം അതിൻ പ്രകാരം ജീവിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ. ഈ നോമ്പിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുന്നുവെങ്കിൽ, നോമ്പ് ശരിയായ രീതിയിൽ നോക്കുന്നുവെങ്കിൽ, നോമ്പിൻ്റെ 2 ചിറകളായ ഉപവാസവും പ്രാർത്ഥനയും നാം കൃത്യമായി നടത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതോടൊപ്പം തന്നെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇന്നേ വരെ നാം എന്ത് ചെയ്തു വന്നു അതൊക്കെയും മറന്നിട്ട് ഈ നോമ്പിനെ ഒരു പുതിയ കാലമായി കണ്ടുകൊണ്ട് ഒരു തീർത്ഥാടനമായി, ഒരു ആത്മീയ തീർത്ഥാടനമായിട്ട് ഇതിനെ നാം കണ്ടുകൊണ്ട് ആ ഉയർപ്പിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഉയർപ്പിനെ നമുക്ക് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ തിരുത്തേണ്ട കാലമാണിത്. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ളതായ ഈ 50 നോമ്പ് അത് നമുക്ക് ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ വിചാരങ്ങളിലും വികാരങ്ങളിലും ഒക്കെയും മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സൽഗുണ ജീവിതം മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് ഒരു അവകാശി ആകുവാൻ സാധിക്കത്തുള്ളൂ. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നാം സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്, അതിന് സ്ഥാനം ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏവർക്കും ഈ നോമ്പിനെ ഉപകരിക്കാം. നമ്മുടെ പട്ടക്കാരും നമ്മെ സമയാസമയങ്ങളിൽ ഉപദേശിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ട് ആക്കനിയ മറിയാമിനെ പോലെ മനസ്സിലത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അതിനെ പകർത്തുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.